Welcome to Zodiac Academy. DMA Model Exam 3 discussion ആണ് continue ചെയ്യുന്നത്. Question number 51. Meconia mixed with liquor amni indicate congenital anomaly, fetal distress, chromosomal diseases and chorea. So ഇതിന്റെ ആൻസർ വളരെ സിമ്പിൾ ആണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആൻസർ ആണ്. എന്താണ് ഇതിന്റെ ആൻസർ? ഫീറ്റൽ ഡിസ്ട്രസ് ആണ് ശരിക്കും ഇതിന്റെ ആൻസർ വരിക, അല്ലെ? അപ്പൊ കൺജന്റൽ അനോമലിയിലായാലും ക്രോമോസോമൽ അനോമലി ആയാലും എന്തായാലും മെക്കോണിയ മിക്സഡ് വിത്ത് ലിക്കർ അല്ലെങ്കിൽ മെക്കോണിയം എന്താണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ നമുക്ക് മെക്കോണിയം ഉണ്ടാവണമെന്നില്ല. കൊറിയ എന്തിലാണ് കാണുന്നത്? റുമാറ്റിക് ആർത്രൈറ്റിസിലുള്ള ഒരു സൈനാണ് എന്ത് കൊറിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആൻസർ വരുന്നത് ഫീറ്റൽ ഡിസ്ട്രസ് ആണ്. നമുക്കറിയാം എന്താണ് മെക്കോണിയം സാധാരണ നമുക്ക് ഉണ്ടാകാൻ നമുക്ക് ഇൻട്രാ യൂട്രൈൻ ഡിസ്ട്രസ് ആണ് സാധാരണ എന്താണ് മെക്കോണിയം അമ്നിയോട്ടിക് ഫ്ലൂയിഡിലൂടെ ഉണ്ടാവാൻ കാരണം. നമുക്ക് പല കാരണങ്ങൾ ഉണ്ടാവാം. ഒന്ന് ഫീറ്റൽ ഫാക്ടേഴ്സ് ആവാം, അല്ലെങ്കിൽ മെറ്റേണൽ ഫാക്ടേഴ്സ് ആവാം. ഫീറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? കോഡ് അറൗണ്ട് ദ നെക്ക് അതുപോലെയുള്ള കണ്ടീഷൻ ആയിരിക്കാം മെയിനായിട്ടും എന്ത് മെക്കോണിയം അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഉണ്ടാവാൻ കാരണം. അല്ലെങ്കിൽ മെറ്റേണൽ ഫാക്ടേഴ്സ് ലൈക്ക് എന്താണ് ഒളിഗോഹൈഡ്രാമിനിയോസ് ആവാം, അല്ലെങ്കിൽ മെറ്റേണൽ ഡ്രഗ് അബ്യൂസ്, അല്ലെങ്കിൽ പ്ലാസന്റൽ ഇൻസഫിഷ്യൻസി, ഇങ്ങനെയുള്ള കണ്ടീഷനിലും നമുക്ക് അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ മെക്കോണിയം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മളിപ്പോ ROM ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡിലെ മെക്കോണിയം കാണുകയാണ്, ഒരു ഗ്രീനിഷ് കളർ കാണുകയാണ്, നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? LSCSന് പോസ്റ്റ് ചെയ്യാണ് പതിവ്. ഓക്കെ, പിന്നെ നമുക്ക് മെക്കോണിയം ആസ്പിറേഷൻ സിൻഡ്രോം ഉള്ള കുട്ടിയുടെ മാനേജ്മെന്റ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെ നമുക്ക് പീരിയാഡിക് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 52. Presence of complete ring of bubbles at the meniscus in shake test indicates what? എന്താണ്? Prematurity of fetal brain, septal defect, option C maturity of fetal lungs, and option D fetal cyanosis. ഓക്കെ, എന്താണ് ഷേക്ക് ടെസ്റ്റ്? ഷേക്ക് ടെസ്റ്റ് സാധാരണ നമ്മൾ RDS റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോത്തിൽ ചെയ്യുന്ന ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്. RDS നിങ്ങൾക്കറിയാം സർഫാക്ടൻ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ലങ് പ്രോബ്ലം, റെസ്പിറേറ്ററി പ്രോബ്ലം ആണ്. എന്ത്? വിത്തിൻ 6 hours ജനിച്ച് 6 മണിക്കൂറിനകത്ത് ഉണ്ടാകുന്ന ഒരു റെസ്പിറേറ്ററി കണ്ടീഷൻ ആണ് RDS ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്താണ്? സർഫാക്ടൻ ഡെഫിഷ്യൻസി ആണ് RDSന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മിക്കവാറും 35 വീക്സിൽ താഴെയുള്ള കുട്ടികളിലായിരിക്കും RDS ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ RDS ഡയഗ്നോസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് എന്ത്? ഷേക്ക് ടെസ്റ്റ്. എങ്ങനെയാണ് ഷേക്ക് ടെസ്റ്റ് ചെയ്യുക? നമ്മൾ ഗ്യാസ്ട്രിക് കണ്ടന്റ് കുറച്ച് ആസ്പിറേറ്റ് ചെയ്യുന്നു, അതിലോട്ട് സെലൈൻ ആൻഡ് എത്തിനോൾ ഇത് രണ്ടും ആഡ് ചെയ്യും, ഷേക്ക് ചെയ്യുന്നു. ഒരു 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ നോക്കുമ്പോൾ അതിന്റെ ഉപരിതലത്തില് എന്താണ് കുറെ ബബിൾസ് ഉണ്ടെങ്കിൽ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുക? ബബിൾസ്, പ്രസൻസ് ഓഫ് ബബിൾസ് ദാറ്റ് ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് സർഫാക്ടന്റ്. ഓക്കെ, സർഫാക്ടന്റ് ഉണ്ട് എന്നർത്ഥം. അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? RDS ഇല്ല, ആബ്സെൻസ് ഓഫ് RDS. എന്നാൽ നമുക്ക് നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ പുറത്ത് ബബിൾസ് ഇല്ല, അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ബബിൾസ് ആണെങ്കിൽ ദാറ്റ് ഇൻഡിക്കേറ്റ് എന്താണ്? സർഫാക്ടന്റ് ഡെഫിഷ്യൻസി. അതായത് കുട്ടിക്ക് എന്താണ് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം ഉണ്ട് എന്ന് അർത്ഥം. ഓക്കെ, അപ്പൊ സർഫാക്ടൻ നമുക്ക് ഉണ്ട് എന്ന് അറിഞ്ഞാൽ എന്താണ് അതിനർത്ഥം? സർഫാക്ടൻ ഉണ്ടെങ്കിൽ ലങ് മെച്യൂർഡ് ആണ്, അല്ല അത് ആബ്സെന്റ് ആണെങ്കിൽ എന്താണ്? ഇമ്മെച്യൂരിറ്റി ആണ് കാണിക്കുന്നത്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? പ്രസൻസ് ഓഫ് കംപ്ലീറ്റ് റിംഗ് ആണ്. കംപ്ലീറ്റ് റിംഗ് അറ്റ് ദ മെനിസ്കസ് ദാറ്റ് എന്താണ്? ഇതിന്റെ പ്രസൻസ് ഓഫ് കംപ്ലീറ്റ് റിംഗ് ആണെങ്കിൽ സർഫാക്ടന്റ് ഉണ്ട്. സർഫാക്ടന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? മെച്യൂരിറ്റി ഓഫ് ഫീറ്റൽ ലങ്സ്. ഓക്കെ, സോ ആൻസർ ഇസ് ഓപ്ഷൻ സി, മെച്യൂരിറ്റി ഓഫ് ഫീറ്റൽ ലങ്. മറ്റ് ഓപ്ഷൻസ് എല്ലാം ഇൻകറക്റ്റ് ആണ്. Question number 53. Less than how many number of kicks in 12 hour indicate failure of placental function? നിങ്ങൾക്കറിയാം നമ്പർ ഓഫ് കിക്സ് എന്ന് പറയുന്നത് 10 ആണ് നമ്മൾ നോർമൽ ആയിട്ട് കൺസിഡർ ചെയ്യുക. ബാക്കിയെല്ലാം ഇതിനകത്ത് 2, 5, 10, 20 ബാക്കിയെല്ലാം ഇൻകറക്റ്റ് ആണ്. സോ 10 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ടോട്ടൽ ക്വസ്റ്റ്യൻ നമ്പർ 54. Total weight gain of mother in pregnancy. Option A 10 to 12, option B 18 to 20, option C 12 to 14, and option D 90 to
9 to 10. ഓക്കെ, അപ്പോ ഇതിനകത്ത് എന്താ ആൻസർ വരിക? നമുക്ക് സാധാരണ വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത് മൂന്ന് ട്രൈമസ്റ്റർ ഉണ്ട്. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ 1 kg, സെക്കൻഡ് ട്രൈമസ്റ്റർ 5 kg ആൻഡ് തേർഡ് ട്രൈമസ്റ്റർ 5 kg. അപ്പൊ ടോട്ടൽ 5 + 5 + 1 11 kg. അതാണ് ശരിക്കും നോർമൽ വെയിറ്റ് ഗെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. സോ ഇതിനകത്ത് ആ 11 വരുന്ന ഓപ്ഷൻ 10 to 12 kg ആണ്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, 10 to 12 kg. 10 to 12 നമുക്കൊരു നോർമൽ റേഞ്ച് ആയിട്ട് കൺസിഡർ ചെയ്യാം. Question number 55. Okay. Question number 55. Normal labor is called spurious labor, dystocia, eutosia and false labor. Okay. എന്താണ് നോർമൽ ലേബർ? is known as, നല്ലൊരു ക്വസ്റ്റ്യൻ, മീൻസ് സിമ്പിൾ ആണ്. എന്താണ് ആൻസർ? യൂട്ടോഷ്യ അല്ലെ? ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ വരിക. നോർമൽ ലേബർ ഈസ് അതർവൈസ് നോൺ ആസ് യൂട്ടോഷ്യ. അപ്പൊ ഡിസ്റ്റോഷ്യ എന്താണ്? ഡി ഫോർ ഡിഫിക്കൽട്ടി എന്ന് ഓർത്താൽ മതി. ഡി. ഓക്കെ, ഡിഫിക്കൽട്ടി ലേബറിനെയാണ് നമ്മൾ ഡിസ്റ്റോഷ്യ എന്ന് പറയുക. അപ്പോ ഇവിടെ സ്പ്യൂരിയസ് ലേബർ ആൻഡ് ഫോൾസ് ലേബർ രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. സ്പ്യൂരിയസ് എന്ന് പറഞ്ഞാലും ഫോൾസ് ലേബർ എന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ്. എന്താണ് സ്പ്യൂരിയസ് ലേബർ? അതായത് നമുക്ക് ഇറഗുലർ, നമുക്കറിയാം ഒരു നോർമൽ ലേബർ എന്ന് വെച്ചാൽ റെഗുലർ യൂട്രൈൻ കൺട്രാക്ഷൻ പ്ലസ് സെർവൈക്കൽ ഡയലറ്റേഷൻ അല്ലെ? അതാണ് റെഗുലർ മീൻസ് നോർമൽ ലേബർ. ശരിക്കും പറഞ്ഞാൽ നോർമൽ ലേബറിന്റെ സൈൻ എന്ന് പറയുന്നത്. അപ്പോ ഫോൾസ് ലേബർ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇറഗുലർ യൂട്രൈൻ കൺട്രാക്ഷൻ ആയിരിക്കും. നമുക്ക് എന്താണ് ഡിഫറെന്റ് ഇൻ അപ്പർ ആൻഡ് ലോവർ യൂട്രൈൻ സെഗ്മെന്റ്. അപ്പർ സെഗ്മെന്റിൽ നല്ല കൺട്രാക്ഷൻ, ലോവർ സെഗ്മെന്റിൽ കുറച്ച് പാസീവ് കൺട്രാക്ഷനും ആയിരിക്കും. ഓക്കെ, പ്ലസ് അതിന്റെ കൂടെ എന്താണ്? സെർവൈക്കൽ ഡയലറ്റേഷൻ എന്തായിരിക്കും? ഉണ്ടായിരിക്കത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ലേബറിനെയാണ്, മീൻസ് ആ ഒരു പെയിൻ, ആ ഒരു സൈനാണ് ഇത് സ്പ്യൂരിയസ് ലേബർ അല്ലെങ്കിൽ ഫോൾസ് ലേബർ എന്ന് പറയുന്നത്. Question number 56. Show is the sign of true labor pain, false labor pain, sign of abnormal labor and sign of placenta previa. ഷോ എന്ന് പറഞ്ഞ സഡൻ ഗഷ് ഓഫ് വാട്ടർ ആണ്. നമുക്ക് എന്താണ് ആറോയും ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് വരുന്നു. അതെന്താണ്? പെട്ടെന്ന് ആറോയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ആണ് നോക്കുക. സോ ഷോ എന്ന് പറഞ്ഞ സഡൻ ഗഷ് ഓഫ് വാട്ടർ അല്ലെ? നമുക്ക് ഡെലിവറി മീൻസ് ഒരു ട്രൂ ലേബർ പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു എന്താണ് കുറച്ച് ഫ്ലൂയിഡിങ് വരുന്നതിനെയാണ്. അപ്പൊ അതിനകത്ത് കുറെ എന്താണ് ലാനുഗോ അതുപോലെയുള്ള കുറെ പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടാകും. ഓക്കെ, അത് പോട്ടെ. അപ്പൊ ഈ ട്രൂ ഷോ ഈസ് എ സൈൻ ഓഫ് എന്താണ്? ട്രൂ ലേബർ പെയിൻ, ഫോഴ്സ് ലേബർ പെയിൻ, സൈൻ ഓഫ് അബ്നോർമൽ ലേബർ ആൻഡ് സൈൻ ഓഫ് പ്ലാസന്റ പ്രീവിയ. സൈൻ ഓഫ് പ്ലാസന്റ പ്രീവിയ, അബ്നോർമൽ ലേബർ, ഫോഴ്സ് ലേബർ പെയിൻ, ഇതിലൊന്നിലും തന്നെ നമുക്ക് ഷോ ഇല്ല. ശരിക്കും ട്രൂ ലേബർ പെയിന്റെ സൈൻ ആണ് എന്ത്? ഷോ. അപ്പോ എന്തൊക്കെയായിരിക്കും ഈ ട്രൂ ലേബർ പെയിന്റെ മറ്റ് സൈൻ? നിങ്ങൾക്കറിയാം, റെഗുലർ കൺട്രാക്ഷൻസ് ഉണ്ടായിരിക്കും, സെർവൈക്കൽ ഡയലറ്റേഷൻ ഓരോ ഫേസ് സ്റ്റേജിനനുസരിച്ചിട്ട് ഡയലറ്റേഷൻ ഇൻക്രീസ് ചെയ്ത് വരും. പിന്നെ ഷോ ഉണ്ടാവും. പിന്നെ എന്തൊക്കെയാണ്? ലൈറ്റനിങ് ഉണ്ടാവും. സോ ഫീച്ചേഴ്സ് ഓഫ് ട്രൂ ലേബർ പെയിൻ എന്ന് വെച്ചാൽ പെയിൻഫുൾ യൂട്രൈൻ കൺട്രാക്ഷൻ at regular interval, contraction with increasing intensity and duration, show and effacement and dilatation and formation of back of water. These are the main signs of true labor pain. Okay. Question number 57. What is the total time period of the third stage of labor, primary and multi? Option 15 minutes, 30 minutes, 45 minutes and 1 hour. Here answer is option B ആണ് വരിക, 30 minutes. ഓക്കെ, നമുക്കറിയാം പ്രൈമറിയിലും മൾട്ടിയിലും ഓരോ സ്റ്റേജ്, അതായത് ഇപ്പൊ തേർഡ് സ്റ്റേജ് ആണ് ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ് ഒരു ഡിഫറെന്റ് ടൈം പീരീഡ് ആണ് വരിക. ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഞാൻ അതുകൂടെ പറയാം. സോ സ്റ്റേജസ് ഓഫ് ലേബർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് ആൻഡ് തേർഡ് സ്റ്റേജ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രൈമറിയിലാണെങ്കിൽ 12 to 16 hours, മൾട്ടിയിലാണെങ്കിൽ 6 to 8 hours ആണ്. സെക്കൻഡ് സ്റ്റേജ് പ്രൈമറിയിൽ 1 to 2 hours ആണ്, മൾട്ടിയിൽ ആവറേജ് ഒരു ഹാഫ് അവറേ ഉള്ളൂ. തേർഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ മൾട്ടി ആയാലും പ്രൈമറി ആയാലും എന്താണ് 30 minutes ആണ്. ഓക്കെ,
Question number 58. After delivery, the immediate care given to a baby to clear airway, to clamp the cord and clean the cord and initiate feeding. നമുക്ക് ഇമ്മീഡിയറ്റ് കെയർ എന്ന് പറയുമ്പോൾ എന്താണ്? ഫസ്റ്റ് നമ്മൾ ചെയ്യുക, ഡെലിവറി കഴിഞ്ഞു, ആദ്യമേ നമ്മൾ എന്ത് ചെയ്യുക? എയർവേ ക്ലിയർ ചെയ്യുകയാണ് ആദ്യം ചെയ്യുക, സക്ഷൻ ചെയ്യുകയാണ് ആദ്യം ചെയ്യുക. ഓക്കെ, സോ ആൻസർ ടു ക്ലിയർ എയർവേ, ഓപ്ഷൻ എ ആണ് ആൻസർ. Question number 59. Overlapping of partial bone during birth is called caput, molding, hematoma, fixation. Okay, overlap of parietal bone during birth is known as what? Molding. Okay, so molding ആണ് correct answer. എന്താണ് molding? നമുക്ക് എന്താണ് ഡെലിവറി ടൈമില് അത് ആ ഒരു പെൽവിക് ബോണിൽ കൂടെ താഴോട്ട് വരാനായിട്ട് എന്ത് ചെയ്യുന്നു? കുട്ടിയുടെ സ്കള്ള് എന്ത് ചെയ്യുന്നു? അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? മൗൾഡിങ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു ഈ ഇമേജ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് അവിടെ ഇവിടെ ഒരു ഓവർലാപ്പിംഗ് നടക്കുകയാണ്. ഹെഡ് ഇവിടെ മൗൾഡ് ചെയ്യാണ് നമ്മുടെ ബർത്ത് കനാലിലോട്ട് പുറത്തു വരാനായിട്ട്. സോ അഡാപ്റ്റേഷൻ ഓഫ് ഫീറ്റൽ ഹെഡ് ടു ദ പെൽവിക് ക്യാവിറ്റി ഡ്യൂറിംഗ് ബർത്ത്. എന്തിനാണത്? നമ്മുടെ ഹെഡ് സർക്കംഫറൻസ്, കുഞ്ഞിന്റെ ഹെഡ് സർക്കംഫറൻസ് അവിടെ കുറയും, എന്നിട്ട് മൗൾഡ് ചെയ്ത് അതിങ്ങനെ പുറത്തോട്ട് വരും. പക്ഷെ അത് ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നമുക്കൊരു 1 to 3 hours ആ ഒരു ചേഞ്ച് അങ്ങ് എന്താണ് അത് ഉണ്ടാവുന്ന വ്യത്യാസങ്ങളൊക്കെ അങ്ങ് കുറയും. ഓക്കെ, നോർമൽ സൈസ് ആയിക്കോളും. Question number 60. Which of the following drug is given to increase uterine contraction? Methergine, oxytocin, pethidine, Phenergan. നമുക്കറിയാം യൂട്ടറിൻ കൺട്രാക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഓക്സിടോക്സിൻ ആണ് അല്ലെ. പെത്തഡിനും ഫിനർഗാനും നമുക്ക് ആ ഒരു റിലേറ്റ് ചെയ്യുന്ന ഡ്രഗ്സ് അല്ല. പിന്നെ മെത്തർജിൻ നമ്മൾ സാധാരണ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം കൊടുക്കും, അറിയാലോ. ഷോൾഡർ പ്രസന്റേഷൻ, ഷോൾഡർ ആന്റീരിയർ ഷോൾഡർ കണ്ടതിന് ശേഷമാണ് നമ്മൾ മെത്തർജിൻ കൊടുക്കുക. എന്താണ് മെത്തർജിൻ? എർഗോട്ട് ആൽക്കലോയിഡ്സ് ആണ് എന്ത് മെത്തർജിൻ എന്ന് പറയുന്നത്. സാധാരണ നമുക്ക് എന്താണ് ഡെലിവറി കഴിഞ്ഞിട്ട് ബേബി ജനിച്ചതിന് ശേഷമാണ് നമ്മൾ മെത്തർജിൻ കൊടുക്കുക അല്ലെ. അതെന്തിനാണ് ശരിക്കും മെത്തർജിൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലാസന്റ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെത്തർജിൻ കൊടുക്കുന്നത്. സോ ഇതിനെ നമ്മൾ ആഫ്റ്റർ ബർത്ത് ഡ്രഗ് എന്ന് പറയും. സോ ഇത് നമുക്ക് പിന്നെ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും മെത്തർജിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Question number 61. The process of giving birth is called parturition, postpartum, lightening, labor. ആ ഒരു പ്രോസസ് ഓഫ് ഗിവിംഗ് ബർത്ത് എന്താണ് അറിയപ്പെടുക? പാർച്യൂറേഷൻ എന്നാണ് തന്നെയാണ് അറിയപ്പെടുക. ആ ഒരു ലേഡിയെ പാർച്യൂറിയന്റ് എന്ന് പറയും. What is the normal dilatation of cervix? 20, 50, 7, 10. നിങ്ങൾക്കറിയാം ഫസ്റ്റ് സ്റ്റേജിലാണ് നമുക്ക് സെർവൈക്കൽ ഡയലറ്റേഷൻ നടക്കുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ വീണ്ടും 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തതില് 0 to 3 വരുന്നു. സെക്കൻഡ് ഫേസില് 4 to 7 വരും. നമ്മുടെ ലാസ്റ്റ് ഫേസ് വരുമ്പോഴത്തേക്ക് 7 to 10. അപ്പൊ നമ്മൾ കംപ്ലീറ്റ് ഒരു നോർമൽ ഡയലറ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഫുൾ ഡയലറ്റ് ചെയ്താൽ മാത്രമേ ഡെലിവറി ആവുന്നുള്ളൂ. സോ എന്താണ് 10 സെന്റിമീറ്റർ ആണ് നോർമൽ. ഓക്കെ, എനിക്ക് ഈ ഇമേജ് കാണുമ്പോൾ മനസ്സിലാവും. ഏർലി ഫേസ്, അതായത് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജിലെ ഏർലി ആക്റ്റീവ് ആൻഡ് ട്രാൻസിഷൻ ഫേസ് എന്ന് പറയുന്നത്. അപ്പൊ ഏർലി ഫേസിലെ സെർവൈക്കൽ ഡയലറ്റേഷൻ എത്രയെന്ന് വെച്ചാൽ 1 to 3 സെന്റിമീറ്റർ ആണ്. ഓക്കെ, നമുക്കൊരു മൈൽഡ് കൺട്രാക്ഷനേ ഉണ്ടാവുള്ളൂ. ആക്റ്റീവ് ഫേസ് എന്ന് പറയുമ്പോൾ അവിടെ 4 to 7 ആണ്, നമുക്ക് കൺട്രാക്ഷൻ സ്ട്രോങ് ആകുന്നു. ദെൻ ട്രാൻസിഷൻ ഫേസ് എന്ന് പറയുമ്പോൾ 10 ആകുന്നു. അപ്പൊ നമുക്ക് ആ ഒരു എന്താണ് ഡെലിവറിക്ക് മീൻസ് ആ ഒരു ടൈം പീരീഡ് ആയി ആ സമയത്ത് ഫുൾ ഡയലറ്റേഷൻ ആയിരിക്കും വരിക. അപ്പോൾ നോർമൽ ഡയലറ്റേഷൻ 10 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡ്യൂറേഷൻ ഓഫ് പ്യൂർപെറൽ പീരീഡ് ഫ്രം ഡെലിവറി ടു 1 week, ഡെലിവറി ടു 4 weeks, ഡെലിവറി ടു 6 weeks ആൻഡ് ഡെലിവറി ടു 10 weeks. നിങ്ങൾക്കറിയാം ഡെലിവറി ടു 6 weeksനെയാണ് നമ്മൾ പ്യൂർപെറിയൽ പീരീഡ് എന്ന് പറയുക. നമുക്കറിയാം 45 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ പറയാറുണ്ട് ഡെലിവറി കഴിഞ്ഞിട്ട്. സോ ആ ഒരു പീരീഡ് ആണ്, ആ ടൈം പീരീഡിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്യൂർപെറിയൽ പീരീഡ്. പിന്നെ 2 ടേംസ് ഉണ്ട്, പ്രീനേറ്റൽ ആൻഡ് പെരിനേറ്റൽ പീരീഡ്. ഓക്കെ,
സോ ദെൻ നിയോനേറ്റൽ പീരീഡ്, അത് നമ്മുടെ ന്യൂബോൺസ് എന്താണ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. Then question number 64, vaginal discharge during the first fortnight of puerperium. Show, lochia, effacement, leucorrhea. Show അല്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. effacement നിങ്ങൾക്ക് അറിയാം അല്ലെ. Then leucorrhea വൈറ്റ് ഡിസ്ചാർജിനെയാണ് നമ്മൾ സെർവൈക്കൽ എന്താണ് വൈറ്റ് ഡിസ്ചാർജിനെയാണ് നമ്മൾ ലൂക്കോറിയ എന്ന് പറയാം. അപ്പൊ ഇവിടെ ആൻസർ എന്താണ്? ലോക്കിയാണ്. ലോക്കിയെ തന്നെ നിങ്ങൾക്ക് അറിയാം ആൽബ, പിന്നെന്താണ് റൂബ്ര, സിറോസ എന്നിങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ആദ്യം വരുന്ന ഡാർക്ക് റെഡ് കളറിന്, അതായത് 3 to 4 ഡേയ്സിൽ വരുന്നതിനെയാണ് റൂബ്ര എന്ന് പറയുന്നത്. പിന്നെ ഒരു വരുന്ന പിങ്കിഷ് ബ്രൗൺ കളർ 4 to 10 ഡേയ്സ് വരുന്നതിന് സിറോസ. പിന്നെ വരുന്ന ഒരു വൈറ്റിഷ് യെല്ലോ കളർ 10 to 28 ഡേയ്സിന് വരുന്നതിനെ ആൽബ എന്ന് പറയുന്നു. ലോക്കിയ മാത്രമല്ല ചോദിക്കുക, ഇത് മൂന്നും ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇതും കൂടെ നന്നായിട്ട് പഠിച്ചു വെച്ചേക്കും. Question number 65, what are the indications of cesarean section? Fetal distress, central placenta previa, obstructed labor, all of the above. ഓക്കെ, ഇതിലെല്ലാം തന്നെ എന്താണ് നമുക്ക് സിസേറിയന് ഇൻഡിക്കേഷൻ ആണ് അല്ലെ. ഫീറ്റൽ ഡിസ്ട്രസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യുന്ന ഇൻഡിക്കേഷൻ ആണ്. ദെൻ സെൻട്രൽ പ്ലാസന്റ പ്രീവി ആയാലും നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റത്തില്ല, ഒബ്സ്ട്രക്റ്റഡ് ലേബർ ആയാലും ഡെലിവറി ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ശരിക്കും പറഞ്ഞ ഒരു കറക്റ്റ് ഇൻഡിക്കേഷൻ എന്താണ്? സെഫാലോ പെൽവിക് ഡിസ്പ്രൊപ്പോർഷൻ ആണ് CS-ന്റെ ഒരു കറക്റ്റ് ഇൻഡിക്കേഷൻ, പക്ക ഇൻഡിക്കേഷൻ. പക്ഷെ ഇതെല്ലാം തന്നെ ഇൻഡിക്കേഷൻ തന്നെയാണ്. സോ ആൾ ഓഫ് ദ എബവ്, ഡി ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 66, ഹോർമോൺ റെസ്പോൺസിബിൾ ഫോർ ലാക്ടേഷൻ. ഗ്രോത്ത് ഹോർമോൺ, FSH ആൻഡ് പ്രൊലാക്റ്റിൻ ആൻഡ് കോർപ്പസ് ലൂട്ടിയം. നിങ്ങൾക്കറിയാം നമുക്ക് ലാക്ടേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ 2 ഹോർമോണാണ് പഠിക്കുന്നത്, പ്രൊലാക്റ്റിൻ പ്ലസ് ഓക്സിറ്റോക്സിൻ. ഓക്സിറ്റോക്സിനെ മിൽക്ക് ഇജക്ഷൻ ഹോർമോൺ എന്നും, പ്രൊലാക്റ്റിൻ മീൻസ് പി ഫോർ പ്രൊഡക്ഷൻ എന്ന് ഓർക്കുക, പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺ. ഓക്കെ, പ്രൊഡക്ഷൻ ഓഫ് ബ്രസ്റ്റ് മിൽക്ക്. ഓക്കെ, ദാറ്റ് ഇസ് പ്രൊലാക്റ്റിൻ. അപ്പൊ ലാക്ടേഷനുമായിട്ട് ഇവിടെ റിലേറ്റ് ചെയ്ത് ഇവിടെ വരുന്നത് പ്രൊലാക്റ്റിൻ മാത്രമേ ഓപ്ഷനിലുള്ളൂ. സോ ആൻസർ ഇസ് പ്രൊലാക്റ്റിൻ. Question number 67, at fetus have a downy hair, fine downy hair, which is called vernix caseosa, amnion, chorion and lanugo. ഏതാണ് ആൻസർ വരിക? നമുക്കറിയാം ഫൈൻ ഡൗണി ഹെയർ എന്താണ്? ലാനുഗോ അല്ലെ. നമ്മുടെ മൈനർ പെക്യുലാരിറ്റീസ് ഓഫ് ന്യൂബോണിൽ വരുന്നതാണ് ലാനുഗോ. എന്താണ് പിന്നെ വെർണിക്സ് കേസിയോസ. ദെൻ എന്താണ് വെർണിക്സ് കേസിയോസ? ചീസ് ലൈക്ക് സബ്സ്റ്റൻസ്, നമ്മുടെ കുഞ്ഞിനെ ഇങ്ങനെ കവർ ചെയ്ത് കാണുന്ന വെള്ള കളറിലുള്ള സംഭവമാണ് ശരിക്കും എന്താ വെർണിക്സ് കേസിയോസ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്തൊക്കെ വരും? മംഗോളിയൻ സ്പോട്ട്, ദെൻ എന്താണ് ഹാർലിക്വിൻ കളർ ചേഞ്ച്, എപ്സ്റ്റീൻ പേള്, മിലിയ, ഇതെല്ലാം മൈനർ പെക്യുലാരിറ്റീസ് ഒക്കെ വരിക. പക്ഷെ അതെല്ലാം തന്നെ നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതിനകത്ത് ആ ഒരു ടോപ്പിക്സിനകത്ത് വരുന്ന എല്ലാം ഒന്നുപോലും ഒഴിവാകാതെ എല്ലാം നമുക്ക് ചോദിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ പറയുന്നതെല്ലാം. ഓക്കെ, അതുകൊണ്ട് അതിൽ ഒന്നുപോലും വിടാണ്ട് പഠിക്കണം. Question number 68, the main objective of nursing care in asphyxia baby. Initiate early breathing, administer oxygen, gentle handling and maintain clear airway. എന്താണ് ആസ്ഫിക്സിയ? ആസ്ഫിക്സിയ നിയോനേറ്റോറം. ആസ്ഫിക്സിയ നിയോനേറ്റോറം എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കറിയാം ഡെലിവറി ടൈമില് നമുക്ക് കറക്റ്റ് ആയിട്ട് ഡിക്രീസ്ഡ് ഓക്സിജൻ സപ്ലൈ ടു ദ ന്യൂ ബോൺ, ദാറ്റ് റിസൾട്ടിങ് ഇൻ ദ റെസ്പിറേറ്ററി ഡിസ്ട്രസ് അല്ലെ. അതാണ് നമുക്ക് ആസ്ഫിക്സിയ എന്ന് പറയുന്നത്. ആസ്ഫിക്സിയ നിയോനേറ്റോറ 2 സ്റ്റേജ് ഉണ്ട്, ലിവിഡ ആൻഡ് പാലിഡ. ആസ്ഫിക്സിയ, ലിവിഡ ആൻഡ് പാലിഡ. നമുക്കറിയാം പെട്ടെന്ന് ഒരു ഓക്സിജൻ സപ്ലൈ കുറയുന്നു, ആദ്യം എന്താ സംഭവിക്കുക? പെട്ടെന്ന് ഹാർട്ട് റേറ്റ് കൂടും അല്ലെ, BP എല്ലാം കൂടും, റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ബോഡി ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ ശ്രമിക്കും. എന്തിനാണ്? നമ്മുടെ വൈറ്റൽ ഓർഗൻസിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അല്ലെ. അതിനെ നമ്മൾ ലിവിഡ എന്ന് പറയും. ബട്ട് നമുക്ക് ആ ഒരു സ്റ്റേജിൽ നമുക്ക് കുഞ്ഞിനെ മാനേജ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്യും? പെട്ടെന്ന് ആ കോമ്പൻസേഷൻ ഒക്കെ ഫെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോകും. ആ സ്റ്റേജിനെ നമ്മൾ പാലിഡ എന്ന് പറയും. അപ്പൊ ഹാർട്ട് റേറ്റ് എല്ലാം താഴും, സൈനോട്ടിക് ആകും. ഓക്കെ,
സോ അത് പോട്ടെ, അത് ആസ്ഫിക്സിയയുടെ ഡിസ്ക്രിപ്ഷൻ ആണ്. സോ നമ്മൾ എന്താ ആദ്യം ചെയ്യുക, പെട്ടെന്ന് ഓക്സിജൻ കൊടുത്തിട്ട് നമ്മൾ മാനേജ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, സോ അഡ്മിനിസ്റ്റർ ഓക്സിജൻ ആണ് ഫസ്റ്റ് നഴ്സിംഗ് കെയർ. ഒബ്ജക്റ്റീവ്സ് ഓഫ് നഴ്സിംഗ് കെയർ എന്ന് പറയുന്നത് അഡ്മിനിസ്റ്റർ ഓക്സിജൻ. പിന്നെ ഈ ആസ്ഫിക്സിയ വന്നിട്ട് കുട്ടിക്ക് ബ്രെയിനിലോട്ടുള്ള സപ്ലൈ മീൻസ് അത് നമ്മുടെ സെൻട്രൽ ബ്രെയിനിലോട്ടുള്ള സപ്ലൈ കുറയുമ്പോൾ അതെന്തായിട്ട് മാറും? HIE ആയിട്ട് മാറും, ഹൈപ്പോക്സിക് ഇസ്കീമിക് എൻസഫലോപ്പതി ആയിട്ട് മാറും. ഓക്കെ, പിന്നെ ഇതേപോലെയുള്ളതാണ് TTN, ട്രാൻസിയന്റ് ടാക്കിപ്നിയ ഓഫ് ന്യൂബോൺ എന്ന് പറയും. ഓക്കെ, അതെന്താണ്? ഇതുപോലെ തന്നെ പെട്ടെന്ന് കുട്ടി ഒരു ടാക്കിപ്നിക് സ്റ്റേജിലോട്ട് പോകുന്നു. ഓക്കെ, ആ ഒരു അതിനെയാണ് നമ്മൾ സാധാരണ TTN എന്ന് പറയുന്നത്. നമുക്ക് ലോ ഫ്ലോ ഓഫ് ഓക്സിജൻ ആണ് നമ്മൾ TTN കൊടുക്കുക. അത് കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും. ഈ TTN പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഹൈഡ്രോകോർട്ടിസോൺ നമ്മൾ സാധാരണ ഡെലിവറിക്ക് മുന്നേ, അതായത് നേരത്തെ കൂട്ടി നമ്മൾ സാധാരണ കൊടുക്കാറുള്ളത്. CS ഒക്കെ ആണെങ്കിൽ നേരത്തെ കൊടുക്കാറുണ്ട്. ഓക്കെ, 48 hours മുന്നേ കൊടുക്കാറുണ്ട്. സോ ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പീഡിയാട്രിക് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. So question number 69, cyanosis in preterm baby is due to jaundice, cleft lip, cleft palate, RDS, intracranial injury. സൈനോസിസ് സാധാരണ ഉണ്ടാകുന്നത് ജോണ്ടിസിലോ ക്ലെഫ്റ്റ് പാലറ്റിലോ ഉണ്ടാകാറില്ല. മെയിനായിട്ടും റിലേറ്റഡ് ടു RDS ആണ് ആൻസർ വരിക. നമുക്കറിയാം RDS എന്ന് പറയുമ്പോൾ സർഫാക്ടൻ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന റെസ്പിറേറ്ററി കോംപ്ലിക്കേഷൻ ആണ് RDS എന്ന് പറയുന്നത്. അതിനകത്തൊരു സ്കോർ ഉണ്ട്, എന്താണ്? ഡൗണി സ്കോർ. ഡൗണി സ്കോറിൽ എന്തൊക്കെയാ നോക്കുന്നത്? ഗ്രണ്ട് നോക്കും, ദെൻ സൈനോസിസ് നോക്കും, പിന്നെന്താണ് നോക്കുന്നത്? ചെസ്റ്റ് മൂവ്മെന്റ്, നമ്മുടെ റിട്രാക്ഷൻ നോക്കും. ഓക്കെ, അതിന് 4 സ്കോർ ഉണ്ട്, ഹാർട്ട് റേറ്റ്. ഓക്കെ, ഈ സ്കോർ വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, RDS ഇംപ്രൂവ് ആയിട്ടുണ്ടോ, പ്രോഗ്നോസിസ് എങ്ങനെയാണെന്നൊക്കെ നോക്കുന്നത്. അപ്പൊ സൈനോസിസ് എന്ന് പറയുന്നത് RDSന്റെ ഒരു മെയിൻ ഫാക്ട് മീൻസ് ഒരു മെയിൻ പാർട്ടാണ്. സോ സൈനോസിസ് ഇൻ പ്രീടൈം ബേബി എന്നത് മെയിൻലി ഡ്യൂ ടു RDS. പിന്നെ RDS ഡയഗ്നോസ് ചെയ്യാൻ 2 സ്കോർ ഉണ്ട്, സിൽവർമാൻ സ്കോർ ആൻഡ് ഡൗണി സ്കോർ. ബട്ട് നമ്മൾ കോമൺലി ക്ലിനിക്സിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഡൗണി സ്കോർ ആണ്. In fully flexed cephalic presentation we feel occiput, sinciput, eyebrow and oral cavity. ശരിക്കും ഫുള്ളി ഫ്ലെക്സ്ഡ് ആണെങ്കിൽ നമുക്ക് ഓസിപ്പുട്ട് ആണ് ഡിനോമിനേറ്റർ ആയിട്ട് വരിക. ബാക്കിയുള്ളതൊക്കെ എന്താണെന്നറിയാലോ? എന്തൊക്കെയായിരിക്കും വരിക? വെർട്ടെക്സ് ആണെങ്കിൽ, നമ്മുടെ സെഫാലിക് ആണെങ്കിൽ ഓസിപ്പുട്ട്, ബ്രോ പ്രസന്റേഷൻ ആണെങ്കിൽ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ഫ്രോണ്ടൽ ആയിരിക്കും. ദെൻ ഫേസ് ആണെങ്കിൽ മെന്റം, ബ്രീച്ച് ആണെങ്കിൽ സേക്രം, ഷോൾഡർ ആണെങ്കിൽ സ്കാപ്പുള അല്ലെങ്കിൽ അക്രോമിയ. ഓക്കെ, ഇത് കാണാതെ പഠിച്ചു വെക്കുക. Then neonate is resuscitated if pulse rate is below 100, 60, 80, 20. ശരിക്കും അതിനകത്ത് ആൻസർ വരുന്നത് 100 beats per minute ആണ്. നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവും നമ്മുടെ ആൽഗോരിതം. അതിനകത്ത് എന്താ വരിക? നമുക്ക് അറിയാം, ലേബേർഡ് ബ്രീത്തിങ് വരുന്നു, കുട്ടിക്ക് ഹാർട്ട് റേറ്റ് ബിലോ 100 ആണ്, അല്ലെങ്കിൽ ഗ്യാസ്പിംഗ് ഉണ്ട്, അല്ലെങ്കിൽ അപ്നിയ ഉണ്ടോ എന്ന് നോക്കും. ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? SpO2 മോണിറ്റർ ചെയ്യുന്നു. വീണ്ടും ശരിയല്ല, PPV കൊടുക്കുന്നു. ദെൻ എന്നിട്ട് വീണ്ടും താഴോട്ട് പോവാണ്. വീണ്ടും അങ്ങനെ തന്നെ ഹാർട്ട് റേറ്റ് ബിലോ 100 ആണെങ്കിൽ നമുക്ക് വെന്റിലേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, സോ നെക്സ്റ്റ് അങ്ങനെ വന്നതിന് ശേഷം നമുക്ക് വീണ്ടും PPV, SpO2 മോണിറ്ററിങ് എല്ലാം കഴിഞ്ഞു. വീണ്ടും ഹാർട്ട് റേറ്റ് അതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും വെന്റിലേഷൻ കണ്ടിന്യൂ ചെയ്യുന്നു. പിന്നെയും ഹാർട്ട് റേറ്റ് 60 താഴെ, പിന്നെ മോണിറ്റർ ചെയ്യുമ്പോൾ 60 താഴെ പോവുകയാണെങ്കിൽ നമ്മൾ ഇൻറ്റുബേറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ നമുക്ക് ഇൻറ്റുബേഷൻ വരുന്നത് 60 താഴെയും വരുമ്പോഴാണ് നമ്മൾ ഇൻറ്റുബേറ്റ് ചെയ്യുന്നത്. 100 താഴെ വരുന്നത് PPV ആണ് സാധാരണ കൊടുക്കുക. Which of the following is tertiary level of prevention? Health promotion, specific protection, early diagnosis and treatment and disability limitation. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്വസ്റ്റ്യനില്, മുന്നേ പറഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ ലെവൽസ് ഓഫ് പ്രിവെൻഷൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു ഫർദർ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് വേണ്ട.
സോ ഇവിടെ എന്തായിരിക്കും ആൻസർ? ടെറിഷറി ലെവൽ എന്ന് പറയുമ്പോൾ ഡിസബിലിറ്റി ലിമിറ്റേഷൻ ആണ് ആൻസർ വരിക. ഓപ്ഷൻ ഡി ആണ് ആൻസർ. Question number 73. Only human beings are reservoir for smallpox, influenza, salmonella and rabies. അപ്പോ ഹ്യൂമൻ ബീയിങ്സ് മാത്രം റിസർവോയർ ആയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ സ്മോൾ പോക്സ് ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ഓപ്ഷൻ എ ആണ് സാധാരണ ആൻസർ വരുന്നത്. പിന്നെ എന്താണ്? പോളിയോ മൈലൈറ്റീസ് ആണ് വേറൊരു ആൻസർ എന്ന് പറയുന്നത്. പോളിയോ മൈലൈറ്റീസും എന്താണ്? നമുക്ക് ഹ്യൂമൻ ബീയിങ്സ് മാത്രമാണ് റിസർവോയർ ആയിട്ട് വരുന്നത്. Then as per the latest WHO guidelines, which dehydration status requires ORS? Mild dehydration, moderate dehydration, severe dehydration, any form of dehydration. നമുക്ക് എന്താ ഡീഹൈഡ്രേഷൻ ട്രീറ്റ്മെന്റ് ഒരു റെജിമൻ ഉണ്ട്, പ്ലാൻ എ ബി സി. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ 3 പ്ലാനിലും നമ്മൾ ORS കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതിനകത്ത് മൈൽഡ് ആയാലും മോഡറേറ്റ് ആയാലും സിവിയർ ആയാലും നമ്മൾ എനി ഫോം ഓഫ് ഡീഹൈഡ്രേഷൻ ശരിക്കും നമ്മൾ ORS കൊടുക്കുന്നുണ്ട്. ആൻസർ ഏതാ വരിക? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. സോ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, നമുക്ക് സിവിയർ ഡീഹൈഡ്രേഷൻ, സം ഡീഹൈഡ്രേഷൻ, നോ ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞ ഡീഹൈഡ്രേഷൻ അസസ്മെന്റ് ചെയ്തിട്ട് നമ്മൾ അതിനെ അവസാനം ഒരു ഇന്റർഫറൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പ്ലാൻ എ നോ ഡീഹൈഡ്രേഷൻ ആണെങ്കിൽ പ്ലാൻ എ ആണ്, സം ഡീഹൈഡ്രേഷൻ ആണെങ്കിൽ പ്ലാൻ ബി ആണ്, സിവിയർ ഡീഹൈഡ്രേഷൻ ആണെങ്കിൽ പ്ലാൻ സി വരും. ഓക്കെ, അപ്പൊ ഈ ഏതിലും ഈ 3ലും നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? ORS കൊടുക്കുന്നുണ്ട്. സോ എനി ഫോം ഓഫ് ഡീഹൈഡ്രേഷൻ ആയാലും നമ്മൾ ORS പ്രൊവൈഡ് ചെയ്യും. മാക്സിമം മെറ്റേണൽ മോർട്ടാലിറ്റി ഈസ് സീൻ ഇൻ ഹെപ്പറ്റൈറ്റിസ് ബി, ഇ, എ ആൻഡ് സി. എന്തായിരിക്കും ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഹെപ്പറ്റൈറ്റിസ് ഇ ആണ് ആൻസർ വരുന്നത്. സാധാരണ ഹെപ്പറ്റൈറ്റിസ് ഇ എന്ന് പറയുന്നത് ഭയങ്കര സിവിയർ കോംപ്ലിക്കേഷൻസ് എന്തിലുണ്ടാക്കുന്നുണ്ട്? പ്രഗ്നൻസിയിൽ ഉണ്ടാക്കുന്നുണ്ട്. സാധാരണ എസ്പെഷ്യലി ഇൻ 3rd ട്രൈമസ്റ്റർ നമുക്ക് എന്താ ഫൾമിനന്റ് ഹെപ്പറ്റൈറ്റിസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നു. നമുക്ക് ഫീറ്റൽ ആൻഡ് മെറ്റേണൽ മോർട്ടാലിറ്റി ആൻഡ് മോർബിഡിറ്റി റേറ്റ് വളരെയധികം കൂട്ടുന്നത് ഹെപ്പറ്റൈറ്റിസ് ഇ വൈറസ് ആണ്. Which vaccine is contraindicated in pregnancy? Rubella, OPV, BCG and hepatitis. Okay, അപ്പോൾ സാധാരണ നമുക്ക് വാക്സിൻ എന്താണ് പ്രഗ്നൻസിയിൽ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ളത് ഇവിടെ ഓപ്ഷനിൽ വരുന്നത് ശരിക്കും പറഞ്ഞാൽ BCGയും റുബല്ലയും കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. ഓക്കെ, നമുക്ക് മെയിൻ ആയിട്ട് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഫീറ്റൽ ട്രാൻസ്മിഷൻ എന്നതാണ് ശരിക്കുള്ള റിസ്ക്. അതിനകത്ത് മീസിൽസ്, മംസ്, റുബല്ല, വെരിസെല്ല ആൻഡ് BCG ഇത് 4ഉം നമുക്ക് 5 വാക്സിനും നമുക്ക് പ്രഗ്നൻസിയിൽ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇതിനകത്ത് ഈ ഓപ്ഷനിൽ ശരിക്കും റുബല്ല പ്ലസ് BCG ആണ് ആൻസർ വരേണ്ടത്. ഓപ്ഷനിൽ ചെറിയൊരു ഫോൾട്ട് ഉണ്ട്. സോ രണ്ടും കറക്റ്റ് ആണ്. In polio transmission, EC block can be applied by acting on reservoir, susceptible host, fecal-oral route and agent. നിങ്ങൾക്കറിയാം ഈസിലി ബ്ലോക്ക് എന്ന് പറയുന്നത് നമുക്ക് ഏജന്റിലാണ്. സോ ആൻസർ എ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. Vaccine which is given at the earliest, BCG, MMR, DT and DPT. So എന്താണ് നമ്മൾ ആദ്യം കൊടുക്കുക? ഏറ്റവും നേരത്തെ കൊടുക്കുന്നത് BCG വാക്സിൻ ആണ്. സോ ആൻസർ BCG. ഓക്കെ, നമുക്ക് 0.1 ml ആണ് നമ്മൾ സാധാരണ BCG നമ്മൾ കൊടുക്കുന്നത്. ഫസ്റ്റ് ഈ 1 month കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ 0.5 ml ആണ് കൊടുക്കാറുള്ളത്. BCG vaccine is administered to children intradermally, subcutaneously, intramuscularly and orally. BCG vaccine നമ്മൾ കൊടുക്കുന്നത് intradermally ആണ്. ഡോസ് ഞാൻ പറഞ്ഞു 0.1 ml ആണ് ബർത്തില്. ഇനി 1 month കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ജനിച്ചോന്ന് നമ്മൾ 0.5 ml കൊടുക്കുന്നത്. Tuberculin test is read after 48 hours, 72 hours, 96 hours and 24 hours.
ട്യൂബർക്കുലിൻ ടെസ്റ്റ് നമ്മൾ സാധാരണ മാൻഡോസ് ചെയ്ത് കഴിഞ്ഞാൽ 72 hours കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ റീഡ് ചെയ്യുക. എങ്ങനെയാണെന്ന് റീഡ് ചെയ്യുന്ന മെത്തഡ് അറിയാലോ. നമുക്ക് മോർ ദാൻ 5 mm മോർ ദാൻ ഓർ ഈക്വൽ ടു 5 mm ആണെങ്കിൽ HIV ഇൻഫെക്ഷൻ, പിന്നെ അത് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള കേസിൽ അല്ലെങ്കിൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ഉള്ള കേസിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ മോർ ദാൻ 5 mm പോസിറ്റീവ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഈക്വൽ ടു ആൻഡ് മോർ ദാൻ 5 mm നമുക്ക് പോസിറ്റീവായിട്ട് കണക്കാക്കാം. ഇനി എല്ലാ പോസിറ്റീവ് കേസും എന്താണ്, ശരിക്കും പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ 15 ഓർ ഈക്വൽ ടു 15 mm ആണ് ശരിക്കും പോസിറ്റീവ് കേസ്. ഓക്കെ, ഇനി HIV ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിൽ മോർ ദാൻ ഓർ ഈക്വൽ ടു 5 mm നമ്മൾ പോസിറ്റീവായിട്ട് കണക്കാക്കും. ഇനി എന്താണ്, ഇപ്പോ ലാബില് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ റീസെന്റ് ഇമിഗ്രൻസ് ആവാം, അല്ലെങ്കിൽ എന്താണ് റിസ്ക് ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ചിൽഡ്രൻ ലെസ് ദാൻ 5 year, അതായത് 5 വയസ്സിൽ താഴെയുള്ള കുട്ടി എക്സ്പോഷർ ടു എന്താണ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു TB പേഷ്യന്റുമായിട്ട് എക്സ്പോഷർ ഉള്ള കുട്ടി, ഇതൊക്കെ എല്ലാം നമ്മൾ മോർ ദാൻ ഓർ ഈക്വൽ ടു 10 mm പോസിറ്റീവായിട്ട് കണക്കാക്കണം. ഇതാണ് നമ്മുടെ ട്യൂബർക്കുലിൻ ടെസ്റ്റിന്റെ ഇന്റർപ്രിട്ടേഷൻ മെത്തേഡ്. നെക്സ്റ്റ് വൺ, ഇൻക്യുബേഷൻ പീരീഡ് ഓഫ് മംസ് 18 days, 14 days, 10 days ആൻഡ് 5 days. ഇവിടെ എന്താണ് ആൻസർ വരിക? ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ വരുന്നത്. കാരണം 7 to 21 days ആണ് ഇൻക്യുബേഷൻ പീരീഡ് ആയിട്ട് കണക്കാക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗീവ്സ് ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി ആഫ്റ്റർ ആൻ അറ്റാക്ക്? ടൈഫോയിഡ്, മംസ്, ടെറ്റനസ്, ഡിഫ്തീരിയ. ഓക്കെ, അപ്പോൾ ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് മംസ് ആണ്. ഓക്കെ, ഇപ്പൊ മംസ് ആണ് സാധാരണ ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. മറ്റുള്ളതൊന്നും ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി തരുന്നില്ല. കമ്മ്യൂണിക്കേഷൻ പീരീഡ് ഓഫ് ചിക്കൻ പോക്സ്. ഓപ്ഷൻ എ, ടിൽ ലാസ്റ്റ് സ്കാബ് ഫോളോ, 4 to 5 days after rash, only during incubation period, only up to fever last. ശരിക്കും നമുക്ക് എന്താണ് ആദ്യത്തെ 1 to 2 days നമുക്ക് എന്താണ് റാഷ് വന്നിട്ട്, അതായത് ഈ റാഷ് അപ്പിയർ ചെയ്യുന്നതിന് ഒരു 1 to 2 days, പിന്നെ ബ്ലിസ്റ്റേഴ്സ് എല്ലാം ഉണ്ടായി കഴിഞ്ഞ് എന്താണ് 5 to 6 days ആഫ്റ്റർ ദ റാഷും ആണ് നമുക്കൊരു കമ്മ്യൂണിക്കബിൾ പീരീഡ് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പൊ നമുക്കിവിടെ ഓപ്ഷനിൽ 4 to 5 days, 5 to 6 days ആഫ്റ്റർ റാഷ് ആണ് നമുക്ക് ഉള്ളത്. സോ അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. 1 to 2 days ബിഫോർ അപ്പിയറിംഗ് ദ റാഷും കമ്മ്യൂണിക്കബിൾ പീരീഡ് തന്നെയാണ്. ഷാർപ്പ് ഇൻസ്ട്രുമെന്റ് മസ്റ്റ് ബി സ്റ്റെറിലൈസ്ഡ് വിത്ത് റേഡിയേഷൻ, ലൈസോൾ, ഹോട്ട് എയർ ആൻഡ് ഓൾ ഓഫ് ദ എബോവ്. നമുക്ക് ഷാർപ്പ് ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് ഈ എല്ലാ മെത്തേഡ് യൂസ് ചെയ്തിട്ടും നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും. സോ ആൻസർ ഓപ്ഷൻ ഡി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് പവർഫുൾ ഡിസിൻഫെക്റ്റന്റ്? ഫീനോൾ, ലൈസോൾ, ഡെറ്റോൾ, പൊട്ടാസ്യം പെർമാംഗനേറ്റ്. പവർഫുൾ ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് കണക്കാക്കുന്നത് ലൈസോൾ ആണ്. ഹിയർ ആൻസർ ഈസ് ഓപ്ഷൻ ബി. കെറാറ്റോമലേഷ്യ ഈസ് അസോസിയേറ്റഡ് വിത്ത് മീസിൽസ്, മംസ്, റുബല്ല, ചിക്കൻ പോക്സ്. ഓക്കെ, കെറാറ്റോമലേഷ്യ എന്താണ്? നമുക്ക് വൈറ്റമിൻ എ ഡെഫിഷ്യൻസിയിലാണ് നമുക്ക് സാധാരണ കെറാറ്റോമലേഷ്യ ഉണ്ടാകുന്നത്. ഇവിടെ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നത് മീസിൽസിലാണ്. സോ ആൻസർ മീസിൽസ് ആണ് വരിക. നമുക്ക് സാധാരണ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നത് മീസിൽസിലും ഡയറിയയിലുമാണ്. സോ ഈ രണ്ടിലും നമ്മൾ വൈറ്റമിൻ എ കൊടുക്കാറുണ്ട്. അതർവൈസ് നമുക്കത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ കെറാറ്റോമലേഷ്യ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. For disposable item, the best method for sterilization: dry heat, incineration, gamma radiation and boiling heat. Okay, ഇതിനകത്ത് എന്താണ് ആൻസർ വരിക? ഒരു ഡിസ്പോസിബിൾ ഐറ്റം സ്റ്റെറിലൈസേഷൻ ബെസ്റ്റ് മെത്തഡ് എന്ന് പറയുന്നത് ഗാമ റേഡിയേഷൻ ആണ്. നിങ്ങൾക്കറിയാം സ്റ്റെറിലൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഫിസിക്കൽ മെത്തഡ് ഉണ്ട്, കെമിക്കൽ മെത്തഡ് ഉണ്ട്, മെക്കാനിക്കൽ മെത്തഡ് ഉണ്ട്. അപ്പോ ഇതിനകത്ത് ഫിസിക്കൽ മെത്തഡ് ഡ്രൈ ഹീറ്റ് ഉണ്ട്, മോയിസ്റ്റ് ഹീറ്റ് ഉണ്ട്, റേഡിയേഷൻ ഉണ്ട്. ഈ റേഡിയേഷന്റെ അണ്ടറിൽ വരുന്നതാണ് എന്ത്? ഈ ഗാമ റേസ്. അതായത് അയണൈസിങ് റേഡിയേഷൻ മെത്തഡ് ആണ് ഗാമ റേസ് സ്റ്റെറിലൈസേഷൻ മെത്തഡ് എന്ന് പറയുന്നത്.
പിന്നെ കെമിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഹീറ്റിംഗ് വിത്ത് ബാക്ടീരിയസൈഡ് മീൻസ് ഗേഷ്യസ് സ്റ്റെറിലൈസേഷൻ, ഇതൊക്കെയാണ് കെമിക്കൽ മെത്തേഡ്. മെക്കാനിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം സിൻഡേഡ് മെറ്റൽ ഫിൽറ്റർ, മെംബ്രെയിൻ ഫിൽറ്റർ, സിൻഡേഡ് ഗ്ലാസ് ഫിൽറ്റർ, ഇതെല്ലാം എന്താണ് മെക്കാനിക്കൽ മെത്തേഡ്സ് ആണ്. അപ്പൊ നമ്മൾ സാധാരണ എന്താണ് ഡിസ്പോസിബിൾ ഐറ്റം നമ്മൾ എന്താണ് സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഗാമ സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ്. ഇതിനകത്ത് ഓപ്ഷൻ ഇൻസിനറേഷൻ നിങ്ങൾക്കറിയാം എന്താണ് ബേണിംഗ് ആണ്. നമ്മൾ സാധാരണ ഹോസ്പിറ്റൽ വേസ്റ്റ് എന്താണ് ഡിസ്പോസ് മീൻസ് അതിന്റെ എന്താണ് അതിന് ട്രീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തഡാണ്, വേസ്റ്റ് മാനേജ്മെന്റ് മെത്തഡാണ് ഇൻസിനറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ ഈസ് ബൈ മോസ്കിറ്റോ, ഡയറക്റ്റ് കോണ്ടാക്ട്, ഡ്രോപ്ലെറ്റ് ആൻഡ് പ്ലാസന്റ. എന്താണ് ഈ വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ? നമുക്ക് പ്ലാസന്റ ടു ഫീറ്റസ് ആണ് വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ മോസ്കിറ്റോ അല്ല, ഡയറക്റ്റ് കോണ്ടാക്ട് അല്ല, ഡ്രോപ്ലെറ്റ് അല്ല. സോ ആൻസർ പ്ലാസന്റയാണ്. സോ വെർട്ടിക്കൽ ട്രാൻസ്മിഷന്റെ ഡെഫിനിഷൻ തന്നെ നിങ്ങൾക്ക് അറിയാം എന്താണ്, പാസേജ് ഓഫ് ഡിസീസ് കോസിംഗ് ഏജന്റ് ഫ്രം മദർ ടു ബേബി ഡ്യൂറിംഗ് ദ പീരീഡ് ഇമ്മീഡിയറ്റ്ലി ബിഫോർ ആൻഡ് ആഫ്റ്റർ ബർത്ത്. അപ്പൊ സാധാരണ നമ്മുടെ പ്ലാസന്റെ കൂടെ അല്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്കിൽ കൂടെ അല്ലെങ്കിൽ ഡയറക്റ്റ് കോണ്ടാക്ട് വഴി, അങ്ങനെ അതിനെ ആ ഒരു മെത്തഡാണ് നമ്മൾ എന്താ പറയുന്ന വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഓപ്ഷനിൽ പ്ലാസന്റയാണ് ഉള്ളത്. ഇപ്പൊ ബ്രസ്റ്റ് മിൽക്ക് ആയാലും നമുക്ക് ഇപ്പൊ HIV ട്രാൻസ്മിഷൻ എങ്ങനെയാണ് വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ വരാൻ ഒരു റീസൺ ആണ്, അമ്മയിൽ നിന്ന് കുഞ്ഞിലോട്ട്. Which is most difficult to block spreading of vector man to man and airborne and waterborne. നമുക്കറിയാം നമുക്ക് ഇത് സ്പ്രെഡിങ് ബ്ലോക്ക് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ട് എന്താണ്, എയർബോൺ ഡിസീസ് ആണ് നമുക്ക് എന്താ ബ്ലോക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് അല്ലെ. സോ ബാക്കിയെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ കുറച്ച് ഈസിയാണ്. സോ ആൻസർ ഓപ്ഷൻ സി ആണ് വരിക. Question number 90, the period after entry of the organism to produce maximum infection is known as incubation period, generation time, serial interval period and lead time. Okay. അപ്പോൾ ഇൻക്യുബേഷൻ പീരീഡ് നിങ്ങൾക്ക് അറിയാം. പിന്നെ ജനറേഷൻ ടൈം ആണ് ഇവിടെ ആൻസർ വരുന്നത്. എന്താണ് ഈ ലീഡ് ടൈം, എന്താണ് സീരിയൽ ഇന്റർവൽ പീരീഡ്? ലീഡ് ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്കൊരാൾക്ക് BP ഉണ്ടെന്നിരിക്കട്ടെ, നമ്മളിപ്പോ കുറെ ചിലപ്പോ നമ്മള് സമയത്തിന് ടെസ്റ്റ് ചെയ്യത്തില്ല, കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഹൈപ്പർ ടെൻഷൻ ഉണ്ട് എന്നൊരു കാര്യം നമ്മൾ അറിയുന്നത്. എന്നാൽ നമുക്ക് പെട്ടെന്ന് ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് BP ഉണ്ടെങ്കിൽ എന്റെ ഏരിയയിൽ ഒരു ലൊക്കാലിറ്റിയിൽ എന്താണ് ഒരു സ്ക്രീനിങ് ടെസ്റ്റ് വെക്കുവാണ്, ഒരു ക്യാമ്പ് നടത്തിയിട്ട് ഒരു സ്ക്രീനിങ് നടത്തുവാണെങ്കിൽ ഞാൻ അവിടെ ചെല്ലുന്നു. സോ ഞാൻ അവിടെ എന്താണ് ചെല്ലുമ്പോൾ സ്ക്രീനിങ് ടെസ്റ്റ് വഴി ഞാൻ അറിയുകയാണ് എനിക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ട് എന്ന്. അപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞിട്ട് അറിയേണ്ട ഒരു കാര്യം ഞാനൊരു നേരത്തെ അറിയുകയാണ്. അപ്പൊ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് വഴി ഞാൻ എന്താണ് നേരത്തെ എനിക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ, ആ ഒരു ടൈം പീരീഡ്, ഈ 2 ടൈം പീരീഡ് മീൻസ് ആക്ച്വലി നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് ചിലപ്പോൾ ലേറ്റ് ആവാം, ബട്ട് നമുക്കൊരു കുറെ നാൾ മുന്നേ നമ്മൾ സ്ക്രീൻ ടെസ്റ്റ് വഴി നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നു. ആ ഒരു ഇത് തമ്മിലുള്ള ഒരു ടൈം പീരീഡാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു സീരിയൽ ഇന്റർവൽ പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൈമറി കേസ്, നമ്മളൊരു കേസ് റിപ്പോർട്ട് ചെയ്ത് പ്രൈമറി കേസ് ആൻഡ് സെക്കൻഡറി കേസ് രണ്ടും കൂടെ അത് വരാനുള്ള ടൈം, അതിന്റെ ഒരു ടൈം പീരീഡ്, ഒരു ഇന്റർവൽ പീരീഡാണ് സീരിയൽ ഇന്റർവൽ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മാക്സിമം ഇൻഫെക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈം പീരീഡ് ആണ് ജനറേഷൻ ടൈം. ഓക്കെ, drug used by the health workers in the management of acute respiratory illness: clotrimazole, chloramphenicol, benzyl penicillin and gentamicin. സോ നിങ്ങൾക്കറിയാം ഇതിന്റെ ആൻസർ ക്ലോട്രിമസോൾ ആണ്. ഡ്രഗ് ഓഫ് ചോയ്സ് ഓഫ് ന്യൂമോണിയ എന്ന് ചോദിച്ചാൽ ആൻസർ ക്ലോട്രിമസോൾ ആണ്. ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റ് ഓഫ് നിയോനേറ്റ് ആൻഡ് ചൈൽഡ്ഹുഡ് ഇൽനസിനകത്ത്, അതായത് IMN-CA-ക്കകത്ത് നിങ്ങൾക്കറിയാം നമ്മൾ ആദ്യം ഒരു ന്യൂമോണിയ മീൻസ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി പ്രോബ്ലം ആയിട്ട് ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഓറൽ മീൻസ് OPD മാനേജ്മെന്റ് ആയിട്ട് നമ്മൾ ആദ്യം കൊടുക്കുന്ന ഡ്രഗ് ക്ലോട്രിമസോൾ ആണ്. ഓറൽ ഡ്രഗ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ക്ലോട്രിമസോൾ ആണ്. എന്നിട്ട് അതിൽ കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ IP ആയിട്ട് ആന്റിബയോട്ടിക്സ് കൊടുക്കാറുള്ളൂ. സോ നമുക്കൊരു ഹെൽത്ത് വർക്കേഴ്സിന് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രഗ് എന്ന് പറയുന്നത്
എന്താണ്? ക്ലോട്രിമസോൾ തന്നെയാണ്. Prevalence of tuberculosis infection is measured by chest X-ray, sputum AFB, tuberculin test and sputum culture. So ശരിക്കും ട്യൂബർകുലോസിസ് എന്താണ് ഇതിന്റെ പ്രിവലൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എത്രത്തോളം കമ്മ്യൂണിറ്റിയിൽ ഉണ്ട്, അതിന്റെ ഒരു പ്രസൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ്? ട്യൂബർക്കുലിൻ ടെസ്റ്റ് യൂസ് ചെയ്തിട്ട്, മാൻഡോസ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ കണ്ടുപിടിക്കുന്നത്. പിന്നെ കറക്റ്റ് മെത്തഡ് ഓഫ് ട്യൂബർകുലോസിസ് ഡയഗ്നോസ്റ്റിക് മെത്തഡ് എന്ന് പറയുമ്പോൾ കൾച്ചറാണ്, സ്പ്യൂട്ടം കൾച്ചറാണ് നമ്മൾ സാധാരണ ഡയഗ്നോസ്റ്റിക് മെത്തഡായിട്ട് പറയുന്നത്. ഇപ്പോ നമുക്ക് എന്താണ് ഒരു ഡിറ്റക്ട് ദ ഇൻഫെക്ഷൻ ബൈ മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലെ, നമുക്കത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ആണ്. ഒരു എത്രത്തോളം എക്സ്പോഷർ ഉണ്ട്, മീൻസ് ആ ഒരു പ്രസൻസ് പ്രിവലൻസ് റേറ്റ്, കമ്മ്യൂണിറ്റിയിലുള്ള പ്രിവലൻസ് റേറ്റ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് മാൻഡോസ് ടെസ്റ്റ് അല്ലെങ്കിൽ ട്യൂബർക്കുലിൻ ടെസ്റ്റ്. എക്സ്പോഷർ റേറ്റ്. ഓക്കെ, മലേറിയ ഇസ് ട്രാൻസ്മിറ്റഡ് ടു മാൻ ബൈ വിച്ച് മോസ്കിറ്റോ? Then colliculate and AIDS and female anopheles. നമുക്കറിയാം, നമുക്ക് മലേറിയ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഏതുകൊണ്ടാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഫീമെയിൽ അനോഫിലസ് ആണ് മലേറിയ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഐഡന്റിഫൈ ദ വാട്ടർ ബോൺ ഡിസോർഡർ. ഡെങ്കു, മലേറിയ, കോളറ ആൻഡ് പോളിയോ. ഇതിൽ വാട്ടർ ബോൺ ഡിസീസ് ഏതാണ്? കോളറയാണ് വാട്ടർ ബോൺ ഡിസീസ് അല്ലെ. മലേറിയയും ഡെങ്കു ഒക്കെ മോസ്കിറ്റോ ആണ്. സോ ആൻസർ ഓപ്ഷൻ സി ആണ് വരിക, കോളറ. The procedure for removal and ligation of fallopian tube is referred as sterilization method ആണ് അല്ലെ. എന്താണ്? നമുക്ക് ഫലോപ്പിയൻ ട്യൂബിനെ കട്ട് ചെയ്യുന്ന മെത്തഡ് അല്ലെങ്കിൽ ലൈഗേറ്റ് ചെയ്യുന്ന മെത്തഡാണ് ട്യൂബക്ടമി അല്ലെ. മാസ്റ്റക്ടമി, ദെൻ വാസക്ടമി, അപ്പൻഡിസെക്ടമി ആൻഡ് എന്താണ് ട്യൂബക്ടമി. ട്യൂബക്ടമി ആണ് ശരിക്കും ആൻസർ വരുന്നത്. വാസക്ടമി എന്താണ്? മെയിൽ സ്റ്റെറിലൈസേഷനെയാണ് നമ്മൾ വാസക്ടമി എന്ന് പറയുന്നത്. മാസ്റ്റക്ടമി നമ്മൾ ബ്രസ്റ്റ് CA ബ്രസ്റ്റിന് ചെയ്യുന്ന സർജിക്കൽ മെത്തഡാണ്. Best time for IUD insertion is between which days of menstruation? Within 2 days, 3 to 7 days, 8 to 10 days, 11 to 14 days. ഓക്കെ, IUD ഇൻസേർഷന്റെ ബെസ്റ്റ് ടൈം പീരീഡ് എന്ന് പറയുന്നത് 3 to 7 days ആണ്. ബി ആണ് ആൻസർ. Then metal which is commonly used for family planning. എന്താണ്? അയൺ, അലുമിനിയം, കോപ്പർ, സിൽവർ. നിങ്ങൾക്കറിയാം ഫാമിലി പ്ലാനിങ്ങിൽ നമ്മൾ കോപ്പർ ടീ ആണ് യൂസ് ചെയ്യുക. കോപ്പർ, അതായത് കോപ്പർ ടി 200, കോപ്പർ ടി 380 ഇതൊക്കെയാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത്. 380 ആണ് ഇപ്പൊ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ മെറ്റൽ എന്ന് പറയുന്നത് കോപ്പർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അത് തന്നെ ആ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത അതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. മാലാഡി ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പിൽ ഫോം, ഇൻജെക്ടബിൾ ആൻഡ് വജൈനൽ ഡയഫ്രം ആൻഡ് ഫോം ടാബ്ലറ്റ്. മാലാഡി നമുക്ക് ഫെമിലിയർ ആണ്. മാലാഡി എന്ന് പറയുന്ന ടാബ്ലറ്റ് ഫോമിലുള്ള കോൺട്രാസെപ്റ്റീവ് മെത്തഡാണ്. Multi-purpose workers in general serves as a rural population less than 500, 1000, 3000 and 5000. നമുക്ക് റൂറൽ പോപ്പുലേഷനെ കവർ ചെയ്യുന്ന മൾട്ടിപർപ്പസ് വർക്കേഴ്സ് എന്ന് പറയുമ്പം നമ്മുടെ എത്ര ഏരിയ കവർ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ സാധാരണ ഓപ്ഷൻ ഡി ആണ്. 5000 പോപ്പുലേഷനെയാണ് കവർ ചെയ്യുക. The system of storing and transporting vaccine is termed as കോൾഡ് ചെയിൻ, ഫ്രീസർ ചെയിൻ, കൂൾ ചെയിൻ, വാക്സിനേഷൻ. നിങ്ങൾക്കറിയാം, നമുക്ക് മാനുഫാക്ചറിങ് ഏരിയയിൽ നിന്ന് എന്താണ് സ്റ്റോർ ചെയ്യുന്ന ഏരിയയിലോട്ട് വാക്സിൻ ട്രാൻസ്പോർട്ടേഷനെ നമ്മൾ കോൾഡ് ചെയിൻ എന്നാണ് പറയുന്നത്. സോ ഹിയർ ആൻസർ ഈസ് ഓപ്ഷൻ എ, കോൾഡ് ചെയിൻ. ഓക്കെ, അപ്പോൾ നമ്മൾ 100 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇതിലെ എല്ലാ ക്വസ്റ്റ്യൻസും എക്സാമിന് ഉണ്ടാകുന്ന ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്ത് എല്ലാം നന്നായിട്ട് പഠിച്ചു വെച്ചേക്കുക. So thank you so much.